പിന്നെ നിങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ലൈവാണ്. എനിക്ക് തോന്നുന്നു ഡയാന ഏറ്റവും കൂടുതലെന്ന് തോന്നുന്നത് അല്ലേ? ഡയാനക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ചായ കാപ്പി ഊണും എല്ലാം കളയാം, പക്ഷെ സോഷ്യൽ മീഡിയ ഇല്ലാതെ പറ്റില്ല അല്ലേ? അതെങ്ങനെ മക്കളെ അത് ഭക്ഷണമായി മാറിയത്? അല്ല വേറെ കാര്യം എന്താ ഇല്ല, ഞാൻ അങ്ങനെ കൂടുതലും അപ്ഡേറ്റ്സ് ആണ് ചെയ്യാറ്. അതുകൊണ്ട് അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. ആണോ? ആണ് അതെ. പക്ഷെ ഇപ്പൊ ശരിക്കും ബിഗ് സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിൽ ഇപ്പൊ ഈ ചെറിയ സ്ക്രീനിലേക്ക് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇവിടെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആയിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ എനിക്കിതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പേടിയുണ്ട്, ഉള്ള സത്യം. അതെന്താ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ നമുക്ക് വരുന്ന നെഗറ്റീവ് മൊത്തം ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കുറപ്പ് പോരാഞ്ഞിട്ടും അത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു ഡിപ്രഷൻ വരുന്നുണ്ട്. അതിനുള്ള കോൺഫിഡൻസ് എത്തിയിട്ടില്ല. കാര്യം നിങ്ങൾ അത്ര മെച്ചൂർഡ് അല്ലല്ലോ. ഞാൻ കൊച്ചുകുട്ടിയല്ലേ. അതുകൊണ്ട് ഞാൻ കൂടുതൽ മേ ബി നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ വായ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് നന്നായിട്ട് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിനകത്ത് ഒരാളൊക്കെ കുഴപ്പം വരുന്ന കുറച്ച് പേര് അങ്ങനെയുണ്ട്. നമുക്കിപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണല്ലോ നമുക്ക് ചുറ്റും. പലരും ചിന്തിക്കുന്ന രീതി കാഴ്ചപ്പാടൊക്കെ വേറെ ആണല്ലോ.